എയർപോർട്ടിൽ കൊണ്ട് നിർത്തിയാൽ ഇതവിടെ ഫ്ലൈറ്റ് വെക്കുന്നുള്ളത് ശ്യാമം മറക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം. ഈ കാണുന്നതാണ് KKയുടെ ഫാക്ടറി. ഇതിന് തൊട്ട് മുന്നേ ആയിരുന്നു മറ്റേ അജ്മിയുടെ ഫാക്ടറി. ഇപ്പോൾ നമ്മൾ പോകുന്നത് നെടുമ്പാശ്ശേരിയിലേക്കാണ്. നെടുമ്പാശ്ശേരി ഒരു ഫ്രണ്ട് വരുന്നുണ്ട്, അവനെ പിക്ക് ചെയ്യാൻ വേണ്ടി നെടുമ്പാശ്ശേരിക്ക് പോവുകയാണ്. ഈ റൂട്ട് തൊടുപുഴ റൂട്ടാണ്, ഈരാറ്റുപേട്ട തൊടുപുഴ റൂട്ടാണിത്. ഈരാറ്റുപേട്ടയിൽ നിന്ന് തൊടുപുഴ, തൊടുപുഴയിൽ നിന്ന് മൂവാറ്റുപുഴ, മൂവാറ്റുപുഴയിൽ നിന്ന് നെടുമ്പാശ്ശേരി, ഇതാണ് റൂട്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്ററാണ് എയർപോർട്ടിലേക്ക് കാണിക്കുന്നത്. ഈ കാണുന്ന ഒരു ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ്. ഇനി അടുത്തൊരു ചെറിയൊരു ജംഗ്ഷൻ എന്ന് പറയുന്നത് മേലുകാവ് മറ്റമാണ്, മേലുകാവ് മറ്റം. നമ്മുടെ വണ്ടി ചെറിയൊരു ടൗണിലേക്ക് പ്രവേശിക്കുകയാണ്. കളത്തുക്കടവ് എന്നാണ് ഈ ടൗണിൻ്റെ പേര്. ഈ വണ്ടി ഓടിക്കുന്നതാണ് അമൽദേവ്, പുറകിരിക്കുന്നതാണ് അർജുൻ. ഈരാറ്റുപേട്ടയിൽ നിന്ന് നമുക്ക് 2 രീതി തൊടുപുഴയ്ക്ക് പോകാം. ഒന്ന് ഈരാറ്റുപേട്ട പാല തൊടുപുഴ, പിന്നെ രണ്ടാമത്തെ റൂട്ടാണ് ഈരാറ്റുപേട്ട മേലുകാവ് മറ്റം വഴി മുട്ടം വഴി തൊടുപുഴ. ഈ 2 റൂട്ടുണ്ട്. ഏകദേശം ഭയങ്കര പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകണമെങ്കിൽ മേലുകാവ് മറ്റം വഴി പോകുന്നതായിരിക്കും നല്ലത്. നല്ല ഹൈവേ കൂടെ യാത്ര ചെയ്യണമെങ്കിൽ പാലാ വഴി പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും രണ്ടും 2 എക്സ്പീരിയൻസ് ആണ് നമുക്ക് നൽകുന്നത്. ഇത് ചുരം പോലെയുള്ളൊരു റോഡാണ് ഈ റോഡ്. റോഡിന് വലിയ വീതിയൊന്നുമില്ല, പക്ഷെ നല്ല ടാറിട്ട് നല്ല റോഡാണ്. ആക്സിഡൻറ്റുകൾ കൂടുതൽ നടക്കുന്നൊരു റോഡ് ഈ റോഡാണ്. പക്ഷേ പാലാ തൊടുപുഴ റോഡ് ഇച്ചിരി നല്ല വീതിയുള്ള നല്ല വലിയൊരു റോഡാണ്. അതിലും റിസ്കി റോഡാണ് ഈ റോഡ്. മേലുകാവ് മറ്റത്തെ നെയ്യാര പമ്പിൽ പെട്രോൾ അടിക്കാൻ കയറുകയാണ്. ഇവിടെ പെട്രോളിന് ലിറ്ററിന് 3 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. 3000 മേലെ അടിക്കുമ്പോഴാണ് 3 രൂപ ഡിസ്കൗണ്ട്. 3000 താഴെ ആകുമ്പോഴത്തേന് 2 രൂപയാണ് ഡിസ്കൗണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 1500 രൂപയ്ക്ക് അടിക്കുകയാണ്. അപ്പോൾ ഒരു 27-30 രൂപ അടുത്ത് ഡിസ്കൗണ്ട് കിട്ടി. ഈ വണ്ടി പോവുകയാണ്. ഇനി ചെറിയൊരു ചുരങ്ങളുണ്ട്. ഇനി നല്ല അടിപൊളി മുട്ടം വരെ അടിപൊളി റൂട്ടാണ്. ഭയങ്കര നല്ല ചുരവും ഒക്കെ ചേർന്ന് ചെറിയ മിനി ചുരമാണ്. വലിയ വാഗമണ്ണൊക്കെ പോകുന്ന പോലത്തെ ചുരങ്ങളൊന്നുമല്ല. കോടമഞ്ഞ് കയറി ചെറിയൊരു ചാറ്റൽ മഴ വന്നപ്പോൾ തന്നെ ഭയങ്കര കോടമഞ്ഞും ഒക്കെ ഉള്ളത്. നല്ല പ്രകൃതി ഭംഗി ആസ്വദിക്കണം. ഈ റൂട്ടിൽ കൂടെ തന്നെ യാത്ര ചെയ്യണം. ആ വണ്ടിയൊക്കെ ചുരമൊക്കെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഭയങ്കര റിസ്ക് ഉള്ള റോഡാണ്. എന്നാലും നമുക്കൊരു ആസ്വാദിക്കാൻ പറ്റിയ ഒരു റോഡ് ഈ റോഡ് തന്നെയാണ്. പക്ഷേ പാലാ തൊടുപുഴ റൂട്ടിൽ പോകുമ്പോൾ നമുക്കിതൊന്നും ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാൻ സാധിക്കത്തില്ല. ഏറ്റവും മനോഹരമായൊരു റൂട്ടെന്ന് പറയുന്നത് ഈ റൂട്ടാണ്. പക്ഷേ റോഡിന് വീതി കുറവാണ്. അങ്ങനെ കുറച്ച് പോരായ്മകളുണ്ട് ഈ റോഡിന്. ഒരുപാട് ആക്സിഡൻറ്റുകൾ നടക്കുന്ന റോഡാണിത്. അങ്ങനെ നമ്മുടെ വണ്ടി കാഞ്ഞിരംകവലയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇല്ലിക്കല്ലിലേക്ക് പോകുന്നത്. ഈ വലതുവശത്ത് കാണുന്ന വഴിയിലൂടെയാണ് ഇല്ലിക്കല്ലിലേക്ക് പോകുന്നത്. കോട്ടയം ജില്ലയിലെ ഫേമസ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇല്ലിക്കല്ല്. അങ്ങോട്ടുള്ള വഴിയാണ് ആ വലതുവശത്ത് കാണുന്ന വഴി. ഇനി നമ്മൾ ചെറിയൊരു ചുരം ഇറങ്ങുകയാണ്. നല്ല അടിപൊളി വളവുകളൊക്കെ ഉള്ളൊരു ചുരമാണ്.
ബീച്ചിലായ തൊടുപുഴയിലേക്ക് എത്തിയിരിക്കുകയാണ്. തൊടുപുഴ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ഒരു സ്ഥലമാണ്. ഇടുക്കി ജില്ലയുടെ ഹൃദയം എന്ന് വേണമെങ്കിൽ പറയാം. തൊടുപുഴയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊടുപുഴ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വരുന്ന ആസിഫ് അലിയുടെ രൂപമാണ്. ആസിഫ് അലി തൊടുപുഴക്കാരനാണ്. അതാണ് തൊടുപുഴ. അത്യാവശ്യം വലിയൊരു പട്ടണമാണ് തൊടുപുഴ. തൊടുപുഴ എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ടൗൺ തന്നെയാണ് തൊടുപുഴ. ഒരു എറണാകുളത്തിൻ്റെയും കോട്ടയം ജില്ലയുടെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് തൊടുപുഴ. തൊടുപുഴ പട്ടണത്തിലൂടെ വണ്ടി ഇങ്ങനെ നീങ്ങുകയാണ്. തൊടുപുഴ ഭയങ്കര ഓരോ ഡേ ബൈ ഡേ ഡെവലപ്പ് ചെയ്തു വരുന്നൊരു ടൗണാണ് തൊടുപുഴ. ഒരുപാട് ഏരിയ ഉണ്ട് തൊടുപുഴയിൽ. ഇപ്പോൾ തൊടുപുഴയിലൂടെ നമ്മുടെ വണ്ടി ഇങ്ങനെ നീങ്ങുകയാണ്. തൊടുപുഴ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലൊക്കേഷൻ വെച്ചാൽ മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയിലെ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ. അത് കാരണം എന്താവുമെന്ന് അറിയത്തില്ല. അവിടെ ചെന്നാൽ മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പോൾ തൊടുപുഴ ടൗണിലൂടെ വണ്ടി ഇങ്ങനെ നീങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മൂവാറ്റുപുഴയിലെത്തിയിരിക്കുകയാണ്. മൂവാറ്റുപുഴ റോഡ് പണിയൊക്കെ നടക്കും. MC റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. ഭയങ്കര ബ്ലോക്കാണ്. റോഡ് ഏതാണ് തോടേതാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്ക്. കണ്ടില്ലേ, മഴയും പെയ്തു റോഡിലെല്ലാം വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടല്ലേ. റോഡ് ഏതാണ് തോടേതാണെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയാണ്. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. അത് കാരണം എയർപോർട്ടിൽ പോകാനൊക്കെ മൂവാറ്റുപുഴ വഴി പോകുന്നവരൊക്കെ ഒരു 2-3 മണിക്കൂർ മുമ്പ് നേരത്തെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. ഭയങ്കര ബ്ലോക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ബ്ലോക്കാണ്. കാരണം തിരിച്ചു വന്നപ്പോഴൊക്കെ വഴി വരെ മാറിപ്പോയി. ആ ലെവല് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
കേരളത്തിൽ മറ്റൊരിടത്തും കാണാൻ പറ്റത്തില്ലാത്തൊരു കാഴ്ചയാണ് ഈ മൂവാറ്റുപുഴ വഴി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത്? കൂണോ? പേറ്റ് ഷെഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. പക്ഷേ അതിൻ്റെ അകത്ത് മഴക്കാലത്ത് നിൽക്കണമെങ്കിൽ കുടയും ചൂട് നിൽക്കണം, ആ അവസ്ഥയാണ്. ഇതൊക്കെ എന്താണ് ഈ പണിത് വെച്ചേക്കുന്നത്? ചതിച്ചു ഗൈസ്, ഗൂഗിൾ മാപ്പ് ചതിച്ചു. എയർപോർട്ടിലേക്ക് വന്നതാണ്, എയർപോർട്ടിൻ്റെ വായ്ക്കിലാണ് വന്നത്. ഇത് റൺവേയുടെ പുറകുവശമാണ്. ഇവിടുന്ന് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഉർവശിശാവ് ഉപകാരം, മാപ്പ് ചതിച്ചാലും എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം കാണാൻ സാധിച്ചു. ഇതാണ് എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫും ലാൻഡിങ്ങും എല്ലാം കാണാം. പക്ഷേ പകൽ വരണം, പകൽ വന്നാൽ മാത്രമേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നല്ലോണം കാണാൻ സാധിക്കത്തുള്ളൂ. ഇതിപ്പം രാത്രി ആയതുകൊണ്ട് ഒന്നും കാണാൻ മേല. സമയത്തിന് കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഇറങ്ങിയാന്ന് വെച്ചാ മെസ്സേജ് ഒന്നുകൂടെ പുള്ളി തോക്കുമായിട്ട് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് terminal, air cargo, MRO, take the next right toward airport road. ഇതിലെ ഏറെ പോകുന്ന ഒരു പിടുത്തല്ലോ. ഇവിടെ പാസ് കൊടുക്കാൻ പൈസ ഉണ്ടോ? In 150 meters at the roundabout, take the second exit. എത്ര കൊടുക്കണ്ടേ? എത്ര ഇനിയൊന്ന് കറക്റ്റ് നോക്കണം, ചുമ്മാ നോക്കണ്ടിരിക്കില്ലേ? ഇനി അകത്തോട്ട് വഴി കാണിക്കുന്നത്, അകത്തോട്ടാണ് കാണിക്കുന്നത്. വലത്തോട്ടാണോ? അങ്ങോട്ടാ കാണിക്കുന്നത്. ഈ റൗണ്ടിൽ കൂടെ കറങ്ങിയിട്ടേ അങ്ങോട്ട് പോയി, അങ്ങോട്ട് ഡൊമസ്റ്റിക് ആണത്. ഇത് ഡൊമസ്റ്റിക്കാ, ഇന്റർനാഷണൽ അപ്പറയാ. In 50 meters, you will arrive at your destination. You have arrived. ഇത് ഡൊമസ്റ്റിക് ആണോ? ആ പെട്ട് ഇനി കറങ്ങി വീണ്ടും വരണം ഇതിലെ. ഇതിലൂടെ നീ ഒന്ന് വീഡിയോ നിർത്തിയിട്ടൊന്ന് നോക്കണാവേ, അല്ലെങ്കിൽ അറിയാൻ പോലെ. ഇന്റർനാഷണലിലേക്ക് ഇതിനകത്തോടെ കയറിപ്പോ, ഇന്റർനാഷണലിലേക്ക് ഇതിനകത്തോടെ കയറിപ്പോ. അതിലെ
ഇന്റർനാഷണൽ ടെർമിനൽ അല്ലേ? 2 മിനിറ്റ്. ആ കറക്റ്റാടാ. നീ വെച്ചിട്ടില്ല, നീ തന്നെ കാണി. അത് ഇടറാ. ഇത് വേറെ സാധനമാണോ? ഇനി ഇടത്തോട്ടാണ്. ഇനി കുറെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഇടത്തോട്ട്. അവര് പറഞ്ഞ കറക്റ്റാണോ? ഇതാണ് ഇന്റർനാഷണൽ ടെർമിനൽ. ഇന്റർനാഷണൽ ടെർമിനൽ. അതിലങ്ങനെ കേറാവോടാ? ആ അങ്ങോട്ട് ഇല്ലയോ? ആ ഇടത്തോട്ട് അങ്ങനെ കേറാവോ? അത് വേ ഔട്ടാ. ഇങ്ങനെ കാണിക്കുന്നുണ്ടോ? പുറത്തോട്ട് പോയി എക്സിറ്റ് ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞില്ലായിരുന്നോ? പുള്ളിക്കാരി പറഞ്ഞില്ലായിരുന്നു പിന്നെ ഇങ്ങനെ പോവാടാ? എക്സിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് കാർ പാർക്കിംഗ് അങ്ങോട്ടല്ല, ആ ഇങ്ങോട്ടല്ലേ? എടാ മുമ്പോട്ട് നിന്നിട്ടും പോവാം. മുമ്പോട്ട് നിന്നിട്ടും പോടെ. മുമ്പോട്ട് പോ. ഇവിടെയാണല്ലോ കാണിച്ചത്. കാർ പാർക്കിംഗ് എന്റെ പൊന്നെ, അതിന്റെ ഇടയ്ക്ക് ക്ഷാമം വീഡിയോ. ഡൽഹി വണ്ടി ചെറിയ സ്ഥലത്തൊന്നും അല്ല കോപ്പ്. ബിസിനസ് ടെർമിനലാണ്. ഈ പൈസ കൊടുക്കുന്ന ഇവിടെ പാർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നേ അവനെ വിളിച്ചു നോക്കടാ, എവിടെ നടത്തില്ലോ. മനസ്സിലാകുന്നല്ലോ കേട്ടോ. എടാ നീ അന്ന് വന്നല്ലേ അനിയനെ കൊണ്ടുവരാൻ വേണ്ടി? പോടാ, എന്നിട്ട് നമ്മളാണ് വണ്ടി ഓടിക്കുന്നത്. അവർക്കറിയാം ഈ വണ്ടിയിൽ കൊണ്ട് പാർക്ക് ചെയ്യും അല്ലടാ. നമ്മളിതെങ്ങനെ അറിയണം? നമ്മൾ ആ മലയുടെ മേലിൽ നിന്ന് വരുന്നത് പറഞ്ഞാൽ മതി. അത് വീഡിയോ കോൾ പോകുന്നുണ്ട്. അപ്പൊ അതിന് വേ ഔട്ട്. അതാ വേ ഔട്ട്. ഇങ്ങോട്ട് പുറത്തോട്ട് ഇത് ഇടത്തോട്ടാന്ന് തോന്നുന്നു. വേ ഔട്ട് ഇടത്തേക്ക്. എടാ മറ്റേ സാധനം കാണിക്കണ്ടേ? കാർ പാർക്കിങ്ങിന്റെ ഇത് കാണിക്കണ്ടല്ലോ. കാണിക്കണം, അത് ചിലപ്പോ ചോദിക്കും. കളയല്ലോ കേട്ടോ. എടാ നിനക്ക് ബൊക്കെ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോയതാടാ. നിനക്ക് അപ്പൊ കടയിലടച്ചു. നശിപ്പിച്ച് ഞങ്ങളാണ്. ഞാൻ സംശയം ആരാണ്? എടാ ഫസ്റ്റ് ടൈം അല്ലേ എന്റെ ബുക്ക്. എനിക്ക് ആ കൺഫ്യൂഷൻ ആയി പോയി. പിന്നെ മാസം അതെ എനിക്ക് പറയാൻ ക്ഷാമനെ കൊണ്ട് പറ്റൂ. അവരുടെ വണ്ടി തെറച്ചു കൊല്ലിട്ടൊക്കെ വേണം അലക്സിന്ന് വിളിച്ചടാ. അവര് നമ്മളെ നോക്കിയിരിക്കുവാണെങ്കിലും നമ്മള് കാലടി വഴി വരുന്നേ. അങ്കമാലി ആ അത് കാലടിക്ക് ഏകദേശം കഴിഞ്ഞിട്ട് കാലടി നമ്മള് പോകുമ്പോ കാലടി അല്ല ഐ ലവ് കാലടി എഴുതിയേക്കുന്നേ. അതുകൊണ്ട് കാലടിയാണ്. ഫോൺ വിളിക്കുന്നല്ലോ പറയാ ഞാൻ വഴി തെറ്റിച്ചെന്ന്. നീ നോക്കാനൊന്നുമില്ല, നേരെ നോക്കും.